വെൽക്കം ബാക്ക്. അപ്പോൾ നിങ്ങൾ മിസ്റ്റർ യൂസ്താൻ്റെ ഒക്കെ ഫോട്ടോസ് നോക്കിയാൽ കാണാൻ പറ്റും. അതൊരു ടെക്സ്റ്റ് ഏഡ് ആയിട്ട് നൈസായിട്ടൊരു ഫോൺ സ്റ്റൈലും കൊടുത്ത് ആ ഒരു ഫോട്ടോ മനോഹരമായിട്ട് തന്നെ എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ആക്കിയിട്ട് കാണാൻ പറ്റും. സോ ഇന്നത്തെ വീഡിയോയിൽ മിസ്റ്റർ യൂസ്താൻ യൂസ് ചെയ്യുന്ന ഫോണ്ട് എങ്ങനെ ഡൗൺലോഡ് ചെയ്യാം, ഏതാണ് ഫോണ്ട്, എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഫോട്ടോ ആഡ് ചെയ്യാമെന്നൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ വേണ്ടി പോകുന്നത്. സോ ഫസ്റ്റ് നമുക്ക് എങ്ങനെ ഫോണ്ട് ഡൗൺലോഡ് ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ ഇത് ഡൗൺലോഡ് ചെയ്യാൻ പാസ്വേഡ് ഉണ്ട്. പാസ്വേഡ് മേലെ ഐക്കാർഡിൽ കാണും. എല്ലാ വീഡിയോയിലും കൊടുക്കുന്ന പോലെ തന്നെ ഐക്കാർഡിൽ കൊടുത്തിട്ടുണ്ട്. സോ വീഡിയോ ഫുള്ളായിട്ട് കണ്ടിട്ട് പാസ്വേഡ് കിട്ടിയതിന് ശേഷം മാത്രം നിങ്ങൾ ഫോണ്ട് ഡൗൺലോഡ് ചെയ്യാൻ ശ്രമിക്കാം. സോ നമുക്കെങ്ങനെ ആ ഒരു ഫോണ്ട് ഡൗൺലോഡ് ചെയ്തെടുക്കാമെന്ന് നോക്കാം. അതായത് നിങ്ങൾ താഴെ കൊടുത്ത ലിങ്കിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഇൻ്റർഫേസിലും കാണാൻ കഴിയാം. അപ്പോൾ നിങ്ങൾ ആ ഒരു വെബ്സൈറ്റിൽ കയറിയതിന് ശേഷം താഴേക്ക് സ്ക്രോൾ ചെയ്യുക. ഫുള്ളായിട്ട് താഴേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഡൗൺലോഡ് ആവുന്നൊരു റെഡ് ബോക്സ് കാണാൻ പറ്റും. ജസ്റ്റ് ആ ഒരു ബോക്സ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ആഡ് വരും. ആഡ് വന്ന് ജസ്റ്റ് ക്ലോസ് ചെയ്യുക. ഏറ്റവും ടോപ്പിൽ ആ ഒരു ഇൻറ്റു മാർക്ക് ക്ലിക്ക് ചെയ്തുകൊണ്ട് അത് ക്ലോസ് ചെയ്യുക. എനിക്കിത് ഇതുപോലത്തെ ഒരു ഇൻ്റർഫേസിലേക്ക് എത്തും. അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും മിസ്റ്റർ യൂസ്താൻ ഫോൺ എന്നിട്ടൊരു ഫയൽ കാണാൻ പറ്റും. ജസ്റ്റ് അതിൻ്റെ റൈറ്റ് സൈഡിലായിട്ടൊരു ഡൗൺലോഡ് ബട്ടൺ കാണാൻ പറ്റും. ജസ്റ്റ് ആ ഒരു ഡൗൺലോഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഡൗൺലോഡ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഈ ഒരു ഫോണിൻ്റെ ഫയൽ ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. നിങ്ങൾ ഡീറ്റെയിൽസ് ക്ലിക്ക് ചെയ്യുക. ഡീറ്റെയിൽസ് ക്ലിക്ക് ചെയ്താൽ നമുക്ക് ആ ഒരു ഫയലാണ് ഡൗൺലോഡ് ചെയ്തിട്ട് കാണാൻ പറ്റും. സോ ആ ഒരു ഫയലിൽ ക്ലിക്ക് ചെയ്യുക. ആ ഒരു ഫയലിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം എക്സ്ട്രാക്റ്റ് ഫയൽസിന് ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് ആ ഒരു എക്സ്ട്രാക്റ്റ് ഫയൽസിന് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ ഫയലിൻ്റെ ആ ഒരു വിൻഡോ ഓപ്പൺ ആവും. അതിനുശേഷം ഏറ്റവും അടിയായിട്ട് എക്സ്ട്രാക്റ്റ് എന്നൊരു ബട്ടൺ കാണാൻ കഴിയും. ജസ്റ്റ് എക്സ്ട്രാക്റ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എക്സ്ട്രാക്റ്റിംഗ് എന്നിട്ട് കാണാൻ കഴിയും. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കിട്ടിയ ഈ ഒരു വീഡിയോ ഫുള്ളായിട്ട് കണ്ടതിന് ശേഷം നിങ്ങൾക്കൊരു പാസ്വേഡ് കിട്ടും. ആ ഒരു പാസ്വേഡ് ഇവിടെ ജസ്റ്റ് ഒന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. എൻ്റർ ചെയ്തതിന് ശേഷം ജസ്റ്റ് ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ ആ ഒരു ഫയൽ, അത് ഫോണിൻ്റെ ഫയൽ ഡൗൺലോഡ് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ടോപ്പിൽ തന്നെ വന്നിട്ട് കാണാൻ കഴിയും മിസ്റ്റർ യൂസ്താൻ ഫോണ്ട് എന്നിട്ടൊരു ഫോണ്ട് വന്നിട്ട് ഫയൽ കാണാൻ കഴിയും. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ കാണാൻ പറ്റുന്നില്ലെങ്കിൽ ജസ്റ്റ് നിങ്ങൾ ഏറ്റവും ടോപ്പിൽ ത്രിബിൾ ഡോട്ട് ക്ലിക്ക് ചെയ്യുക. ത്രിബിൾ ഡോട്ട് ക്ലിക്ക് ചെയ്താൽ ഇവിടെ സോർട്ട് ബൈ എന്നുള്ള ഫസ്റ്റ് ഓപ്ഷൻ ഉണ്ട്. നിങ്ങളുടെ മൊബൈൽ എങ്ങനെയാണോ അതുപോലെ യൂസ് ചെയ്യുക. സോർട്ട് ബൈ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം മോഡിഫിക്കേഷൻ ടൈം എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് ആ മോഡിഫിക്കേഷൻ ടൈം കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഫയൽ ഏറ്റവും അവസാനമായിട്ട് വന്ന ഫയൽ ഏതാണോ ആ ഒരു ഡോക്യുമെൻ്റ് അല്ലെങ്കിൽ ഫയൽ ഏറ്റവും ഫസ്റ്റ് നിങ്ങൾക്ക് കാണാൻ കഴിയും. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ആ ഒരു ഫയൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഫോണ്ടെല്ലാം ടിഫ് ഫയൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഇനി ഇത് നിങ്ങൾ ഏത് ആപ്പിൻ്റെ അകത്ത് വെച്ചിട്ടാണോ ഫോണ്ട് നിങ്ങളെ മൊബൈലിലേക്ക് ഫോട്ടോയിലേക്ക് ആഡ് ചെയ്യുന്നത് ആ ഒരു ആപ്പിൻ്റെ അകത്തേക്ക് ഇമ്പോർട്ട് ചെയ്യണം. അതിനായി ജസ്റ്റ് ഞാനിവിടെ കാണിച്ചു തരുന്നത് പിക്സൽ ലാബിൻ്റെ അകത്തുനിന്നാണ്. അപ്പോൾ നിങ്ങളെല്ലാം ജസ്റ്റ് പിക്സൽ ലാബ് ആപ്പ് ഓപ്പൺ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇവിടെ പിക്സൽ ലാബ് ആപ്പ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നിങ്ങൾക്ക് വേണ്ട ഒരു ടെക്സ്റ്റ് ഇവിടെ ആഡ് ചെയ്യാം. ഞാൻ ജസ്റ്റ് ടെക്സ്റ്റ് ആഡ് ചെയ്തിട്ട് ഫോണ്ട് ആഡ് ചെയ്യുന്നത് മാത്രമേ കാണിക്കുന്നുള്ളൂ. ജസ്റ്റ് ഇവിടെ ഒന്ന് ആഡ് ചെയ്യാം. ഓക്കെ, ഞാനിപ്പോൾ മിസ്റ്റർ യൂസ്താൻ തന്നെ ആഡ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് വലിപ്പം കൂട്ടി വെക്കാം. ഓക്കെ, അപ്പോൾ താഴെ കുറേ നിങ്ങൾക്ക് ടൂൾസ് കാണാൻ കഴിയും. അപ്പോൾ അതിനകത്ത് എ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് ആ ഒരു എ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ഫോണ്ടിൻ്റെ ഓപ്ഷനിലേക്ക് പോവാം. ഫോണ്ടിൻ്റെ ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് ആ ഒരു ഫോണ്ടിൻ്റെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം മൈ ഫോണ്ട് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ഏറ്റവും റൈറ്റ് സൈഡിലായിട്ടൊരു ഫയല് പ്ലസ് ഒരു ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് അവിടെ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങളിപ്പം ഡൗൺലോഡ് ചെയ്ത് വെച്ചാൽ ആ ഒരു മിസ്റ്റർ യൂസ്താൻ എന്നുള്ളൊരു ഫയൽ നിങ്ങൾ ഇവിടുന്ന് ഐഡൻറ്റിഫൈ ചെയ്യാം. ജസ്റ്റ് നിങ്ങൾ താഴത്തേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ മിസ്റ്റർ യൂസ്താൻ ഫോണ്ട് എന്നിട്ട് ഫയൽ കാണാൻ കഴിയും. ജസ്റ്റ് അവിടെ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ജസ്റ്റ് ആഡ് ഡയറക്ടറി എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു ഫോണ്ട് ഫുള്ള് ഇതിനകത്തേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് ഏകദേശം 18 ഫോണ്ടുകളുണ്ട്. അതായത് നിങ്ങൾക്ക് കാണാൻ കഴിയും. ജസ്റ്റ് കുറച്ച് ചെരിഞ്ഞിട്ടുള്ള ഫോണ്ട് ഉണ്ട്, അതുപോലെ ഫുൾ ബോൾഡ് ആയിട്ടുള്ള ഫോണ്ട് ഉണ്ട്, എല്ലാ തരത്തിലുള്ള ഫോണ്ടും ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിനകത്ത് ഏതാണോ വേണ്ടത് അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. എനിക്ക് തോന്നുന്നു എല്ലാ ഒരു പ്ലാറ്റ്ഫോമിലും കുറച്ചും കൂടി സ്റ്റാൻഡേർഡായിട്ട് തോന്നിക്കുന്ന ഒരു ഫോണ്ട് തന്നെയാണിത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് നിങ്ങളെ പർപ്പസിന് അനുസരിച്ചിട്ട് ഇത് യൂസ് ആക്കാൻ പറ്റും. ഞാൻ ജസ്റ്റ് ഇവിടെ ഒരു മീഡിയം, അത് മോൺസ്റ്റർ ആർട്ട് മീഡിയം എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് അവിടെ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇങ്ങനെയായിരിക്കും ആ ഒരു ഫോണ്ട് ഉണ്ടാകുക. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ബോൾഡായിട്ടുള്ള ഇതുമുണ്ട്. ജസ്റ്റ് നിങ്ങൾ നോക്കുക, ഫുൾ ബോൾഡായിട്ടുള്ള നമുക്ക് വേണ്ടിക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇങ്ങനെ നമുക്ക് ഈ ഒരു ഫോണ്ട് കിട്ടും. ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ ഫോട്ടോനനുസരിച്ച് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പം ഇതാണ് മിസ്റ്റർ യൂസ്താൻ യൂസ് ചെയ്യുന്ന ഒരു ഫോണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ. അപ്പോൾ പാസ്വേഡ് കിട്ടിയതിന് ശേഷം നിങ്ങൾ താഴത്തെ ലിങ്ക് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഈ ഒരു അതായത്
ഫോണ്ട് പാക്ക് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്താണ് ബെല്ലൈക്കൺ കൂടി എനേബിൾ വെച്ചാൽ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങളുടെ മൊബൈലിലേക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഓക്കെ ഗൈസ്, താങ്ക് യു.